لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 13-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ച് പൂർത്തിയാക്കിയത്. അത്രയും ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ ഓതിയത്. നമ്മൾ അർത്ഥം പഠിച്ച് മനസ്സിലാക്കുക മാത്രമല്ല, ഖുർആനിനെ ശരിക്ക് ആ ആയത്തുകളിലൂടെ നാം തദബ്ബുർ ചെയ്ത് മനസ്സിലാക്കിയ ആയത്തുകളാണ് ഓതിയത്. ആ ഊട്ട് നമുക്ക് നമ്മുടെ ഇഹപര ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഖുർആന്റെ പാരായണമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുവാനാവട്ടെ. നമുക്ക് അർത്ഥമറിയാത്ത, ആശയമറിയാത്ത ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ ഓതിയാൽ ഓതുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥയുണ്ട്. അതല്ലാതെ മനസ്സിലാക്കി അർത്ഥം അറിഞ്ഞ് ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കിയ ആയത്തുകൾ ഓതുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയും. നമ്മൾ ഒരു പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനകൾ പോലെയല്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് പടച്ചോൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അതിന്റെ ഉത്തരം തന്നാലും ഇല്ലെങ്കിലും നമുക്കത് ഹൈറാകും. എന്താ കാരണം? പറഞ്ഞോളി. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചോദിച്ച കാര്യം പടച്ചോൻ നമുക്ക് തന്നെയാകില്ല. തന്നിട്ടില്ലെങ്കിൽ നമുക്കത് ഹൈറാണ്. എന്താ കാരണം? അല്ല, അതൊക്കെ അതിന്റെ മറ്റു ഭാഗങ്ങളാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു റബ്ബിനോട്. ആ ചോദിച്ച കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും അത് ഹൈറാകും. എന്തുകൊണ്ട്? അതൊക്കെ ശരിയാണ്, നിങ്ങളെ പറഞ്ഞതൊക്കെ ശരിയാണ്. അതും ശരിയാണ്. അതൊന്നും അല്ല അതിന്റെ ശരിയായ ഉത്തരം. നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റാണ്, അതൊക്കെ ശരിയല്ലേ? ഓക്കെ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട്? ദുആ ഒരു ഇബാദത്താണ്. എന്താണ് ദുആ? ഇബാദത്താണ്. എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ദുആയിൽ നിരാശരാകുന്ന ആളുകളെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. പല സ്ഥലത്ത് സൂറത്ത് ഇസ്ലാമിലൊക്കെ പലതവണ പറയുന്നുണ്ട്. ഖൈറിന് വേണ്ടി ഷെറിന് വേണ്ടിയൊക്കെ മനുഷ്യന്മാരെ പ്രാർത്ഥിക്കുകയും എന്നിട്ട് അതിൽ നിരാശരാവുകയും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. മരിക്കുന്നത് വരെ നമ്മൾ ചോദിച്ചു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ അല്ലാതെ ചോദിച്ചു, ഒന്നും കിട്ടില്ല. ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, രോഗമാണ്, കടമാണ്. അതൊക്കെ നീക്കിക്കൊണ്ട പഠിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു. കടം നീക്കിക്കൊണ്ട പഠിച്ചു. ദാരിദ്ര്യത്തിന് കാത്തു പഠിച്ചവനെ. മരിക്കോളും പ്രാർത്ഥിച്ചു, മരിക്കോളും ദാരിദ്ര്യം നീങ്ങിയിട്ടില്ല, മരിക്കോളും കടം നീങ്ങിയിട്ടില്ല, മരിക്കോളും രോഗം മാറിയിട്ടില്ല. ആ രോഗത്തിനായിട്ട് മരിച്ചുപോയി.
ദുആ ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഉത്തരം ശരിയാണ്. അപ്പൊ പരലോകത്ത് കിട്ടും, സ്വർഗത്തിൽ കിട്ടും, പരിശുദ്ധ കിട്ടും, ഇത്രയൊക്കെയാണ്. ഇത് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്ന ഒരു കാര്യം ഒരിക്കലും അതിന് ഗുണം കിട്ടാതെ പോകില്ല, വെറുതാവില്ല. ഇനി അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അതിന്റെ ഷർത്തുകൾ ഒപ്പിച്ച് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഖൈറ് എന്ന് അല്ലാഹുക്ക് അറിയും. അതിനനുസരിച്ച് നമുക്ക് തരും. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ ദാരിദ്ര്യം, ഇപ്പൊ നമുക്ക് അല്ലാഹുമ്മ അഊദു ബിക ഫഖീരി എന്ന പ്രാർത്ഥന, ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ കാത്തു പടച്ചു എന്നുള്ള പ്രാർത്ഥന ഇപ്പൊ നമ്മൾ റബ്ബന ഹബില പഠിക്കണ പോലെ ഇത് പഠിക്കേണ്ടതാണ്. കാരണം ഫഖർ ശരിക്കും ദാരിദ്ര്യം, ശരിക്കും ഖുർആൻ പറയുന്ന ദാരിദ്ര്യം എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. മനസ്സിലാവുന്നോ? അപ്പൊ ഫഖറിൽ ദാരിദ്ര്യത്തിൽ തന്നെ കാത്തു പടച്ചു ഒരാള് ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കി തദബ്ബുർ ചെയ്തത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചു കരുതുക. ഒരു പക്ഷെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുള്ള ദാരിദ്ര്യം നീങ്ങിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുള്ള ദാരിദ്ര്യം നീങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ അല്ലാഹു എന്താണോ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യം അവൻ നീക്കി കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലാക്കാൻ പറഞ്ഞത് ആ ദാരിദ്ര്യം അല്ലാഹു നീക്കി കൊടുക്കും. ഒരു പക്ഷെ നമ്മുടെ പ്രകടമായ കണ്ണുകൊണ്ട്, കാഴ്ച കൊണ്ടും, ദൃഷ്ടി കൊണ്ടും ഒരു പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. റബ്ബ് എന്താണോ പറഞ്ഞത് അത് കൊടുക്കണം. ഞാൻ അതിലേക്ക് ഒറ്റ ഉദാഹരണം, ഇന്ന റബ്ബൊക്കെ യഹൂസുത്ത് റിസ്ക് ഇന്ന യശാദ്. നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വിശാലമാക്കുന്നു, പരിമിതപ്പെടുത്തുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ? എത്രയോ തവണ ഖുർആൻ ആവർത്തിച്ചതാണ്. ഈ റിസ്ക് വിശാലമാക്കുന്നു, പരിമിതപ്പെടുത്തുന്നു പറഞ്ഞാൽ കുറെ ആളുകൾക്ക് കുറെ സമ്പത്ത് കൊടുക്കലും കുറെ ആളുകൾക്ക് സമ്പത്ത് കൊടുക്കാതിരിക്കുകയല്ല. അവിടെ റിസ്ക് വിശാലമാക്കാൻ, പരിമിതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് ജീവിക്കാനുള്ള സ്വത്തുണ്ടെങ്കിലും അള്ളാന്റെ വീക്ഷണത്തിൽ അള്ളാഹു അയാൾക്ക് ലഘുസ്വത്വം ആവില്ല, പരിമിതപ്പെടുത്തിയിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലാവുക? അയാൾക്ക് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അയാൾ അത് സംതൃപ്തനാവില്ല, അതിൽ കൊണ്ട് നിരാശ, അയാൾക്ക് അതിലുള്ള സമാധാന സന്തോഷം കിട്ടിയിട്ടുണ്ടാവില്ല. അതേസമയം നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ പരിമിതപ്പെടുത്തിയ ഒരാൾ, പക്ഷെ അയാൾക്ക് നമ്മൾ കാണുന്ന പോലെയുള്ള വീടോ സൗകര്യങ്ങളോ വാഹനമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ പണക്കാരൻ അനുഭവിച്ചതിനേക്കാൾ മനസ്സും സമാധാനം ഇയാൾ ഉറങ്ങിയിട്ടുണ്ടാവും. മനസ്സിലാക്കാൻ പറഞ്ഞത് നമ്മളെ കാഴ്ചപ്പാട് അതുപോലെ അപ്പുറമാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ റബ്ബന ഹബ് മിൻ അസ്വാജിന വ ദുരിയ്യാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന പ്രാർത്ഥന തദബ്ബുർ ചെയ്ത് പഠിക്കുന്നത്, ഇത് നമ്മുടെ ഹൃദയവുമായി, നമ്മുടെ ജീവിതവുമായിട്ടാണ് ഇതിന് ബന്ധം. അല്ലെ? ഇപ്പൊ നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മളെ മനസ്സെപ്പോഴും നാട്ടിലാണ്, നമ്മുടെ കുടുംബത്തിലാണ്. എവിടേക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ട അവിടേക്കാ നമ്മൾ തിരിച്ചെത്താം. അല്ലെ? ആർക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ അഹിലിനെ ബാധിക്കുന്ന, കുടുംബത്തിനെ ബാധിക്കുന്ന പ്രയാസമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. അല്ലെ? നമുക്ക് എത്ര സന്തോഷം, ആർക്ക് എത്ര സന്തോഷം ഉണ്ടായാലും നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്തോഷമാണ് നമുക്ക് ഏറെ സന്തോഷം. നമ്മുടെ ഹൃദയം നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനയാണത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന. അപ്പൊ നമ്മൾ അവിടെ റബ്ബന എന്നുള്ളത് വിശദീകരിച്ചു, ഹബ് ലനാ എന്നുള്ളത് വിശദീകരിച്ചു. പിന്നെ അസ്വാജ് നമ്മൾ പറഞ്ഞു. അസ്വാജിലൂടെ കിട്ടേണ്ട എത്ര സന്ദേശങ്ങളാണ് നമ്മൾ പറഞ്ഞത്? 6 സന്ദേശങ്ങൾ നമ്മൾ പറഞ്ഞു. അല്ലെ? ഇനി നമ്മൾ ദുരിയാത്തിലേക്ക് കടക്കണം. ദുരിയത്ത് എന്ന വാക്കിന്റെ ബഹുവചനമാണ് ദുരിയാത്ത്. ദുരിയത്ത് ഇതിന്റെ ബഹുവചനമാണ്
ദുരിയാത്ത്. ദുരിയത്ത്, ദുരിയാത്ത്. സൂറത്ത് പിന്നെ ഫുർഖാനിലാണ് ഈ പ്രാർത്ഥന ഉള്ളത്. 25-ാം അധ്യായത്തിൽ 25-ല് സൂറത്ത് ഫുർഖാനിലാണ് ഈ ആയത്ത്. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന. പരിശുദ്ധ ഖുർആനിൽ 33 തവണയാണ് ഈ വാക്ക് ആവർത്തിച്ചത്. 33 തവണ ഈ വാക്ക് ആവർത്തിച്ചിട്ടുണ്ട് ഖുർആനിൽ. വാക്കുകൾ വരുന്നു. ആ ദർറത്ത് എന്ന വാക്കിൽ നിന്നാണ് ശരിക്കും ദുരിയത്ത് എന്ന വാക്ക് വന്നിട്ടുള്ളത്. അപ്പൊ സാധാരണ ഈ ഒരു പിന്നെ ഒരു ധാന്യത്തിന്റെ കുലയിലുള്ള പിന്നെ അതിന്റെ ധാന്യമണികൾ, അതാണ് ദർറത്ത്, ധാന്യമണികൾ. അതെങ്ങനെ ഉണ്ടാകാം? ഒരു ഈത്തപ്പഴത്തിന്റെ കുല നേരിക്കാം. ഈത്തപ്പഴത്തിലെ കുലയിലെ ധാന്യങ്ങളാണ്. ആ ധാന്യങ്ങൾ എങ്ങനെ ഉണ്ടാവുക? ഈത്തപ്പന മരം. ആ ഈത്തപ്പന മരത്തില് ഉണ്ടാകുന്ന ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ അതിന്റെ കുലയിൽ ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ അല്ലെ. ഇതെന്താ സംഭവം? ഈ ഈത്തപ്പന മരമാണ് ഇതിന്റെ അസുഖം അല്ലെ. ഇതിമുണ്ടായ ഫലമാണിത് അല്ലെ. ആ ഫലത്തിൽ ഓരോന്നും ചേർന്ന് നിൽക്കുക, ഒന്നൊന്നിനോട് ചേർന്ന്. ഇതാണ് ശരിക്ക് ഇതാണ് ദർറത്ത്. ഇതിൽ നിന്നാണ് ഈ ദുരിയത്ത് എന്ന വാക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വാക്കിന്റെ പിന്നെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എവിടെ ഒരു വസ്തുവിലേക്ക് അതിന്റെ പിന്നെ പരമ്പരയിലേക്ക് ചേർന്ന് നിൽക്കുക. ഇപ്പൊ ഒരാൾക്ക് മക്കളില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരാൾക്ക് മക്കളില്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ആ വ്യക്തിയുടെ പരമ്പര അതോടുകൂടി അവസാനിക്കാൻ. അതുകൊണ്ടാണ് സക്കരിയായെ പ്രാർത്ഥിച്ച പടച്ചോനെ ഇങ്ങനെ അനന്തരാവകാശങ്ങളില്ലാത്ത വ്യക്തിയാക്കന്റെ പടച്ചോനൊക്കെ പ്രാർത്ഥിച്ചത്. ശരി, ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് വരാൻ പോകുന്നുണ്ട്. ഇത് ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, ദുർരിയത്ത് ദുഅഫാ. എന്താ ലഈഫ് എന്ന് പറഞ്ഞാൽ? ലഈഫ് എന്താ? ദുർബൽ, ശക്തിയില്ലാത്ത. ദുർരിയത്ത് ദുഅഫാ എന്ന് ഖുർആൻ പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്ക് ദുരിയത്ത് എന്താന്ന് ആദ്യം പഠിക്കണം. ദുരിയത്ത് എന്താന്ന് ആദ്യം മനസ്സിലാക്കിയെങ്കിൽ റബ്ബന ഹബ് മിൻ അസ്വാജിന വ ദുരിയാത്തിന എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം നമുക്കതൊന്ന് നോക്കാം. പിന്നെ അൽ-ബഖറയിലെ 266 266 മറിച്ചോളൂ.
വൈകട്ടെ, ഒരു ഉദാഹരണമാണ്. ഇതൊരു ഉദാഹരണമാണ്. 266 ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ വിഷയമാണ്. ആ യവത്തു അഹദുക്കും കൈവച്ചോളിക്കാം. ആ യവത്തു അഹദുക്കും അൻ തഖൂല ലഹു ജന്നത്തുൻ മിൻ നഖീലിൻ വഅനാബിൻ. നിങ്ങൾ ഒരാൾക്ക് ഈന്തപ്പനകളും മുന്തിരിവള്ളികളുമുള്ള ഒരു തോട്ടമുണ്ടെന്ന് കരുതാം. നിങ്ങൾ ഒരാൾക്ക് ഈത്തപ്പനം മുന്തിരിയൊക്കെ ഉള്ള അതിനൊക്കെ ഒരു തോട്ടം ഉണ്ടെന്ന് കരുതാം. ശ്രദ്ധിക്കണം. തജീബിൻ തഹ്തിൽ അൻഹാറും, ആ തോട്ടത്തിന്റെ അരികിലൂടെ അടിഭാഗത്ത് കൂടി നല്ല അരുവികൾ ഒഴുകി പോകുന്നുണ്ട്. എന്താ? തോട്ടത്തിന്റെ കൂടെ തോട്ടത്തിനെ നനക്കാൻ ആവശ്യമായ രൂപത്തിൽ നല്ല വെള്ളമുള്ള നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ചുകൂടി എന്തുണ്ടാകും? ആ തോട്ടം ഗംഭീര തോട്ടായിരിക്കും. ആ തോട്ടത്തിൽ എല്ലാ വിധത്തിലുള്ള പഴവർഗ്ഗങ്ങളും ഉണ്ട്. എല്ലാ വിധത്തിലുള്ള പഴവർഗ്ഗങ്ങൾ നിറയെ ഉണ്ടെന്ന് കരുതാം. നമ്മൾ ഒരാൾക്ക് അല്ലാതെ ശരിക്കും മനസ്സിലാക്കാനത് ഖുർആനാണ്. ഒരാൾക്ക് ഒരു തോട്ടം, മുന്തിരിയുടെയും ഈന്തപ്പനയുടെയും തോട്ടം, നല്ല സമൃദ്ധമായ തോട്ടം, അതിൽ നല്ല ഫലങ്ങളുണ്ട്, കാൽഭാഗത്തു കൂടി അതിന് നദികൾ ഒഴിക്കുന്ന നരകർഷണം പോലെ വെള്ളമുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് കുറെ തോട്ടങ്ങൾ ഉണ്ടെന്ന് കരുതാം. അപ്പൊ അയാൾ ആരായിരിക്കും? അങ്ങനെ കുറെ തോട്ടങ്ങളുള്ള ഒരാൾ ആരായിരിക്കും? സമ്പന്നനാണ്. കരുതാം. ബാക്കി വരഹു, അയാൾക്കുണ്ട് ദുർരിയത്തിന് ദുർബലരായ കുറെ കുട്ടികൾ അയാൾക്കുണ്ട്. എന്താണ് ദുർരിയത്ത്? ദുർബലരായ കുറെ കുട്ടികൾ അയാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള കുട്ടികളൊക്കെ അംഗവൈകല്യമുള്ള കുട്ടികളും പിന്നെ ബുദ്ധിയില്ലാത്ത കുട്ടികളും ബുദ്ധിക്ക് കുറവുള്ള കുട്ടികളും ഒന്നും വിചാരിക്കാം. ഒരാൾക്ക് ഒരു നല്ല തോട്ടം, അയാളുടെ ഉപജീവന മാർഗം എന്താണ്? ഈ തോട്ടമാണ്. ആ തോട്ടം എന്ന് പറയുന്നത് അയാൾക്ക് സ്വന്തം ജീവിക്കാനുള്ളതല്ല, അയാളെ മക്കൾക്ക് കൂടിയുള്ളതാണ്. ആ മക്കൾ ആരാവട്ടെ? ദുർബലരാണ്. മക്കളിൽ വയസ്സാകുമ്പോൾ മക്കൾക്ക് ചെറുപ്പക്കാരായിട്ട് അവർക്ക് ജോലി ചെയ്യാനോ സമ്പാദിക്കാനോ കൊണ്ടുവരാനും കഴിയില്ല. ഇങ്ങനെ ഇരിക്കെ തീയോട് കൂടിയ ഒരു ചുഴലിക്കാറ്റ്, തീ അതിനെ ബാധിച്ചു, അത് കരിഞ്ഞു പോകുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അപ്രകാരം അള്ളാഹു തെളിവുകൾ വിവരിച്ചിട്ടുണ്ട്. ചിന്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു അപ്രകാരം തെളിവുകൾ വിവരിച്ചിട്ടിരുന്നു. തീർന്നു. ഇതൊക്കെ കിട്ടിയത് ഞാൻ ഈ ദുരിയത്തിൽ എന്ന പദം പരിചയപ്പെടുത്താനാ പറഞ്ഞത്. മനസ്സിലാക്കുക. നമ്മൾ ജീവിച്ചു, നമുക്ക് ഉള്ളത് മട്ടത്തിന് ഉപയോഗിക്കാൻ ഉള്ള ഒരു തലമുറ ഇല്ല എങ്കിൽ നമ്മൾ ദുരിയത്ത് മുഅഫായി മാറിയാൽ, ഇത് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞത്. മനസ്സിലാവില്ല പറഞ്ഞത്. നമുക്കിപ്പോ കുറെ തോട്ടുണ്ട്, അവിടെ ഒരു ഫ്ലാറ്റ്, ഇവിടെ ഫ്ലാറ്റ്, അവിടെ ഹോട്ടൽ, ഇവിടെ ഹോട്ടൽ, ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഈ കുറഞ്ഞ ആയുസ് നമ്മളെ തന്നെ ഉപയോഗിച്ച് നിൽക്കുന്നല്ല. നമുക്ക് വരുന്നൊരു തലമുറ ഉണ്ട്. ആ തലമുറക്ക് എന്ത് ചെയ്യണം? ഇത് ഉപകാരപ്പെടണം. ഇത് കൈമാറ്റം ചെയ്യാനും കൊടുക്കാനും പറ്റാത്ത രൂപത്തിൽ ഈ തോട്ടം തന്നെ നശിച്ചു പോയി കരുതുക. എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? മനസ്സിലായിട്ടാവുക. ഈ ഉള്ളത് നമുക്കും ഉപകാരപ്പെട്ടില്ല, നമ്മുടെ സന്താനങ്ങൾക്കും ഉപകാരപ്പെട്ടില്ല. വളരെ ഡേഞ്ചറല്ലേ കാര്യം. അമ്മ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എനിക്ക് പറയാം. നമ്മൾ അല്ലെ എന്നിട്ട് എന്താ ചോദിക്കുന്നത് അവസാനം? പുറത്താഴയും കണ്ണിന്റെ തണുപ്പ്.
കണ്ണിന്റെ കുറത്ത് തണുപ്പാണ്, കുളിർമാറ തണുപ്പാണ്. ചുടുകണ്ണീര് വരരുത് കണ്ണെന്ന്. കണ്ണിൽ നിന്ന് ചുടുകണ്ണീര് വരരുത്, ഉണ്ടാവരുത്, അവസ്ഥ ഉണ്ടാവരുത്. ആ ചുടുകണ്ണീര് വരാത്ത അവസ്ഥക്കാണ് കുറത്തായി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒതിരിയാന്ന് പറഞ്ഞ അമ്മ മനസ്സിലൊക്കെ വേണം. പഠിച്ചോനെ, എനിക്ക് എന്റെ വാപ്പാക്ക് കൊടുത്തതിൽ നിന്ന് എനിക്ക് കിട്ടി, എന്റെ അധ്വാനത്തിൽ നിന്ന് എനിക്ക് കിട്ടി, ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് എനിക്ക് പഠിച്ചോനെ പദവി കിട്ടി. ഇനി വരുന്നൊരു തലമുറക്ക് ഇത് ഉപയോഗപ്പെടണം. മനസ്സിലാക്കാൻ പറഞ്ഞത്? അപ്പൊ അത് ഉപയോഗപ്പെടണമെങ്കിൽ ഈ ആശയം നമ്മുടെ മനസ്സിൽ വരണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഈ ഹബലന ദുരിയാത്തിനെ പുറത്ത് അഴിഞ്ഞു പറഞ്ഞ പ്രാർത്ഥനയിൽ ഈ ആശയം കൂടി ഇപ്പോഴും മനസ്സിലാക്കിക്കൊള്ളു. മനസ്സിലായില്ലേ? നമ്മൾ ജീവിച്ച് നമ്മുടെ തലമുറയും അതുപോലെ ജീവിക്കുന്നു. ഈ അവസ്ഥ വേണം. ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ, ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതിന്റെ മുന്നിലൊക്കെ ഒരുങ്ങിയിരിക്കാൻ, നമുക്ക് ഖുർആന്റെ മുന്നിലൊക്കെ ഒരുങ്ങിയിരിക്കാൻ നമുക്ക് സമയം കിട്ടണം. ഇത് പഠിക്കാൻ കഴിയണമെങ്കിൽ ഒരായത്തും കൂടി വായിക്കാം. 4:9. ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ നമ്മൾ പറയാം, ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഈ പറഞ്ഞ വിഷയം തന്നെ. അനന്തരാവകാശ സ്വത്ത് എങ്ങനെയാണ് ബാധിക്കേണ്ടത്? ഒരാൾ മരിച്ചാൽ അയാൾ സ്വത്ത് എങ്ങനെ ബാധിക്കണം? മാനദണ്ഡം എന്താ? അനന്തര സ്വത്ത് ബാധിക്കണ മാനദണ്ഡം മരിച്ച ആൾക്ക് ആരൊക്കെ ഉണ്ട് എന്ന് ആദ്യം നോക്കണ്ടേ. ചില ആൾക്കാരുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് സ്വത്ത് ഉണ്ടാവില്ല. ചില ആൾക്കാരുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് കിട്ടുന്നതിൽ അതിന്റെ തോതിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായിട്ടോ? അപ്പൊ അതുകൊണ്ട് അനന്തരാവകാശ സ്വത്ത് വീതിക്കുമ്പോ ആരാണ് അവകാശിയായിട്ടുള്ളത് നോക്കണ്ടേ. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മകൻ മരിച്ചിരിക്കുക, ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മകൻ മരിച്ചു, അവന് മക്കളുണ്ടായിരിക്കുക. അപ്പൊ അവര് കൊടുക്കേണ്ട സ്വത്ത് ഈ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ കൊടുക്കാൻ പാടില്ലാതാണോ നിയമം? അല്ല. അനന്തരാവകാശികൾക്ക് വസിയ്യത്തില്ല. എന്താണ്? അനന്തരാവകാശികൾക്ക് വസിയ്യത്തില്ല. ഞാൻ എന്റെ മോനെ വസിയ്യത്ത് പറയാൻ പാടില്ല, എന്റെ മോൾക്ക് വസിയ്യത്ത് പറയാൻ പാടില്ല. അവർ അനന്തരാവകാശികളാണ്. ഇപ്പൊ ഒരു വസിയ്യത്ത് ആർക്കാം? അനന്തരാവകാശം ഇല്ലാത്ത ചില ആൾക്കാരുണ്ടാവും, അവർക്കാണ് വസിയ്യത്ത്. അതിൽ പെട്ടതാണ് എന്റെ മകൻ മരിച്ചു പോയിട്ടുണ്ട്, അവന്റെ കുട്ടികളുണ്ടാവും. അപ്പൊ അനന്തരാവകാശികൾക്ക് നിശ്ചിത ഓഹരി കിട്ടുള്ളൂ. അനന്തരാവകാശികൾക്ക് നിശ്ചിത ഓഹരി കിട്ടുള്ളൂ, അല്ലെ? മൂന്നേ പറ്റുള്ളൂ, ആറൊന്നേ പറ്റുള്ളൂ. ചിലപ്പം ഈ അനാഥ മക്കൾക്ക് അങ്ങനെ ഓഹരി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്താകുമായിരുന്നു? ആ ഓഹരി കൊടുക്കാൻ പറ്റുമായിരുന്നു. അതേ സമയത്ത് ഇവർക്ക് ആ ഓഹരിക്കപ്പുറം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിശ്ചിത ഓഹരി പറയാറുള്ളത്. ശരി, ഞാൻ ആയത്ത് വായിക്കാം. ഓക്കെ, 8 വായിക്കാൻ, ആ 8 വായിക്കാൻ 9 വായിക്കാം. നിങ്ങൾ സ്വത്ത് ബാധിക്കുന്ന സന്ദർഭത്തിൽ, കിസ്മത്തിന് സ്വത്ത് ബാധിക്കുക, സ്വത്ത് ഭാഗമല്ല കിസ്മത്ത് എന്ന് പറയാം. അങ്ങനെ സ്വത്ത് ബാധിക്കുന്ന സമയത്ത് നിങ്ങളുടെ മറ്റ് ബന്ധുക്കളോ അനാഥകളോ പാവപ്പെട്ടവരോ അവിടെ ഹാജരുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് വല്ലതും നൽകണം. നല്ല വാക്ക്, മര്യാദ പ്രകാരമുള്ള നല്ല വാക്ക് അവരോട് നിങ്ങൾ പറയുകയും ചെയ്യണം. ഇത് സ്വത്ത് ബാധിക്കുന്ന സമയത്ത് ഒരു മിസ്കീനുണ്ട്, നമ്മളെ സ്വത്തൊക്കെ നോക്കിയിറക്കേണ്ട കാര്യസ്ഥനാണ്, നമ്മളെ സ്വത്ത് മുതലൊക്കെ നോക്കിയിറക്കേണ്ട കാര്യസ്ഥനാണ്. അയാൾ മട്ടപോലെ നോക്കിയോണ്ടാണ് നമ്മുടെ സ്വത്തൊക്കെ ഉണ്ടായത്. നമുക്കൊരു സമ്പത്തിൽ നമ്മളെ സ്ഥാപനത്തിൽ പണിക്കാരുണ്ടാവും. ആ പണിക്കാർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാം? നമുക്ക്
നമ്മളെ വരുമാനം കൂടുക അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മളെ പണിക്കാര് അവര് പണിയെടുത്തതാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വത്ത്. നമുക്ക് കുറെ നാട്ടിൽ കുറെ പറമ്പുണ്ട് ചെയ്യാം. ആ പറമ്പിൽ തേങ്ങ ഇടലും അവിടെ പണിക്കാരെ കൊണ്ടുവന്ന ഒരു പാവം ഒരു മിഠായിക്കുട്ടിക്കാന്ന് വിചാരിക്കുക. അയാൾ അന്നും ഇന്നും ഒരേ അവസ്ഥയാണ്. നിങ്ങളുടെ കുടുംബം പാവപ്പെട്ട കുടുംബമാണ്. അപ്പൊ നമ്മൾ മരിക്കണം, ആര്യ മരിക്കുന്ന സമയത്ത് ആര്യരെ കൂടെ പണിയെടുത്ത് നടന്ന ഒരാളുണ്ട്. അയാൾ പാവങ്ങളാണ് എങ്കിൽ ഈ സ്വത്തൊക്കെ ഈ മക്കൾക്ക് ഈ സ്വത്ത് ഉണ്ടാക്കിയ ഒരു ബന്ധമായിട്ടാവില്ല. ഈ വാപ്പ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ മക്കളെ തേക്കാരം ഓരോ അവിടെ പഠിച്ച് ഇവിടെ പഠിച്ച് ഓരോങ്ങനെ കറങ്ങി ലോകം കറങ്ങി നടന്ന് വാപ്പാന്റെ സ്വത്ത് ഉപയോഗിച്ച് വാപ്പാനെ അത് അടിച്ചുപൊളി ജീവിച്ചവരായിരിക്കും. വാപ്പ മരിക്കുമ്പോ വാപ്പാന്റെ സ്വത്ത് ഈ മക്കൾക്കൊന്നും പങ്കുണ്ടാവില്ല. ഈ സ്വത്ത് ഉണ്ടാക്കി വന്ന ആർക്കായിരിക്കും? ഈ പറഞ്ഞ കാര്യസ്ഥനായിരിക്കും. അയാൾക്ക് ഈ മുതലിൽ ഓഹയുണ്ടോ? ഓഹയുണ്ടോ? ഇല്ല. അപ്പൊ അയാൾ ഈ സ്വത്ത് ഒഴിക്കുന്ന സമയത്ത് ആ സാധു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം അയാൾക്ക് കൊടുക്കണം. നമ്മൾ ആ പറമ്പിന്റെ മൂല അയാൾ ഇത്ര കാലമായിട്ട് വാഴൂരിലാണ് അയാൾക്ക് ആ മൂലയിൽ നിങ്ങൾ ആ പറമ്പ് ഉപയോഗിക്കുമ്പോ മൂത്തോർക്ക് ഇത്ര അവിടുത്തെ ഈ 2 ഏക്കർ മറ്റൊരു 3 ഏക്കർ മറ്റുള്ളത് ഒരു 5 സെന്റ് സ്ഥലം ഓണപ്പാട് കൊടുത്താൽ അല്ല അത് പറയണം. നമ്മളെ വീട്ടിന്റെ പരിസരത്ത് കുടുംബത്തിലൊക്കെ അനാഥകൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി സ്വത്ത് ഒഴിവെക്കുമ്പോ ഒരു ഭാഗം നീക്കി വെക്കണം. എന്നിട്ട് ഇത് കൊണ്ടേ തിന്നോന്നല്ല പറയണ്ടേ. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നല്ല വാക്ക് പറയണം, സമാധാനിപ്പിക്കുന്ന വാക്ക് പറയണം, സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയണം. നമ്മുടെ സ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാള് അയാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കേണ്ടി ഉണ്ടാകാൻ വേണ്ടി നല്ല ഉപയോഗിച്ച് വാങ്ങുമ്പോൾ സമാധാനമുള്ള. അപ്പൊ അയാൾ ഒരു 14 രൂപ അയാൾ പ്രതീക്ഷിക്കുകയില്ല. അയാൾക്ക് നമ്മൾ കൊടുക്കാൻ 5000 കൊടുക്കാൻ കഴിയുകയില്ല. അയാൾ പ്രതീക്ഷിച്ചത് 10 വർഷം കിട്ടിയതല്ല. എന്നാലും നമ്മൾ നല്ല നിലക്ക് നല്ല വാക്ക് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ 5000 കുറഞ്ഞതിന്റെ പ്രയാസം അവന്റെ മുഖത്ത് കാണില്ല. പക്ഷെ അതാണ് ഇതൊക്കെ അള്ളാഹു വഹിയാണ്. ഇതൊക്കെ വഹിയാണ്. ഇതാണ് ഒറിജിനൽ മോട്ടിവേഷൻ. ബിസിനസ് മോട്ടിവേഷൻ നടത്തുന്ന ആളെ പറഞ്ഞ മോട്ടിവേഷൻ ഈ ബിസിനസ്സുകാരെ ബേസിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ ബിസിനസ്സുകാരെ ഉപന്യാസം കുറിച്ച് ചീത്ത ഇറങ്ങി പിന്നെ ഇറക്കി വിട്ട സംഭവം ഞാൻ നിങ്ങളെ കണ്ടു. കൂടിക്കോളാന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ. അപ്പൊ ഈ മോട്ടിവേറ്റർമാർക്ക് ഒരു വലിയ ശരിയാണ്. അവരാണ് ഇപ്പൊ എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. മോട്ടിവേഷൻ നല്ലതാണ്, ഇതിലൊരു മോട്ടിവേഷൻ വേണം, അത് നമ്മൾ തിരസ്കരിക്കണ്ട. പക്ഷെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ മോട്ടീവാണ്. എന്താ പറയുക? അള്ളാന്റെ കലാമക്കുമാരാണ്. അള്ളാന്റെ ഖുർആനിൽ പറയാത്തൊരു കാര്യമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് എന്ത് കച്ചവടത്തിന്റെ പ്രശ്നം നടക്കുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ കാണിച്ച കാര്യത്തിൽ ഖുർആനിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ? നിങ്ങളുടെ മക്കളിൽ പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം? പഠിച്ചോനെ നമ്മളെ ശ്രദ്ധിച്ചത് അല്ലെ. നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ആൾക്കാർ പരിഹാരം ഖുർആൻ അല്ലാഹു പറഞ്ഞതാ. ഷിഫാണ്, ഷിഫ എന്ന പരിഹാരമാണ്, ശമനമാണ് ഖുർആൻ. ആ വിഷയത്തിൽ അങ്ങനെ കച്ചവടക്കാർ അനുഭവിക്കുന്ന പിന്നെ ഈ പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം ഖുർആൻ ഉണ്ടോ? നിങ്ങൾ ചോദിച്ചോ, ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം? ഞാൻ ഖുർആനിൽ കാണിച്ചത് ആ അതിന് ജാതി മതമൊന്നുമില്ല. സാമ്പത്തികമായി ഒരാളെ സഹായിക്കുന്നതിൽ എന്തില്ല? ജാതിയോ മതമൊന്നുമില്ല. അത് അയൽവാസി ഏത് ജാതിക്കാരനും പട്ടിണി കിടക്കാണെങ്കിൽ നമ്മളെ ഇസ്ലാമിൽ നോക്കാം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിലല്ലാതായിട്ട് അത് അയൽവാസി ആരാവട്ടെ, അത് അയൽവാസിന്റെ ഉള്ളൂ. അപ്പൊ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, രോഗം അനുഭവിക്കുന്ന ഇതിലൊന്നും ഇല്ല. ജാതി മതമൊന്നും നോക്കരുത്, നമ്മളെ കൂടെ കഴിയുന്നത് നോക്കണം. ശരി. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഖുർആനിനോളം നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന വേറൊരു കാര്യമില്ല. കാരണം പഠിച്ചോരാണ് നമ്മളെ പഠിച്ചതൊക്കെ തീരുന്നത്, എല്ലാം തീരുന്നത്, എല്ലാ കാര്യങ്ങളും. ശരി. وَلْيَخْشَى الَّذِينَ وَلْيَخْشَى الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ
ദുർരിയത്തൻ ളിആഫൻ ഖാഫു അലൈഹിം ഫൽയത്തഖൂ ഫൽയത്തഖുല്ലാഹ വൽയഖൂലു ഖൗലൻ സദീദാ. നിങ്ങൾക്ക് പിന്നെ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയാൽ അവരുടെ ഗതി എന്താകുമെന്ന് ഭയപ്പെടുന്നവർ. എന്താ അതിന്റെ പൂർത്തീകരണം? മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കണം. അതേവിധം മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിലും ഭയപ്പെടട്ടെ എന്നാണ് അതിന്റെ പൂർത്തീകരണം. നമുക്ക് ഒന്നുമില്ലാത്തവരായിട്ട് നമ്മളെ മക്കൾ ദാരിദ്ര്യത്തിൽ പോകുന്നതിന് നമുക്ക് ഭയമുണ്ടെങ്കിൽ നമുക്ക് സ്വത്ത് മുതൽ ഉണ്ടാകാൻ കാരണമായ കുറച്ച് ആൾക്കാർ അവരെ മക്കള് ആദ്യം മരിച്ചാൽ ചിലപ്പോൾ ഈ മക്കൾ ആദ്യം ജീവിതത്തായിരിക്കും അപ്പാന്റെ കൂടെയുള്ള ആളെ ഒഴിവാക്കി ഒരു ഇഷ്ടം വേറൊരു സെക്രട്ടറി കൊണ്ടുണ്ടാവും. അപ്പാന്റെ സെക്രട്ടറി കാര്യസ്ഥനാണ്. ആ കാര്യസ്ഥനാണൊക്കെ ചെയ്തത്. അതിന് പകുതി സ്ഥാനം ഉണ്ടാവില്ല. മക്കൾ ആ സ്ഥാനത്തേക്ക് വന്നാൽ ആദ്യം ചെയ്യും, നിങ്ങൾ ഈ ഭയങ്കര നിങ്ങളൊന്നും പറ്റില്ല, മുമ്പ് ഒഴിവാക്കി വേറൊരു സെക്രട്ടറിനെ ഇറക്കി. ഈ മനുഷ്യൻ പട്ടിണിയായില്ലേ? ആ മനുഷ്യന്റെ കുടുംബം പട്ടിണിയായില്ലേ? അതുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് ദുർബലരായ മക്കളായി ഒന്നിനും കഴിയാത്തവരായിട്ട് ജീവിക്കലുണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ഭയപ്പെടട്ടെ. വൃത്തിയുള്ള ശരിയായ വാക്ക് പറയാം. ഞാൻ ഒന്നിനൊക്കെ പറഞ്ഞില്ല. ഈ രണ്ടായത്ത് അവസാനിക്കുന്നത് രണ്ട് ആ ചങ്ങായിനെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഞാൻ അതിന്റെ പോസ്റ്റൊക്കെ കണ്ടിരുന്നു. ആ ചങ്ങായിനെ അവിടുന്ന് ഇറക്കി വിടാൻ കാരണം എന്താ? എന്തായിരുന്നു അയാൾ ഇറക്കി വിടാൻ കാരണം? ഈ ബിസിനസ്സുകാരായ ആൾക്കാരെ പ്രകോപിപ്പിച്ച കാര്യം എന്താ? അയാളുടെ സംസാരം അല്ലെ, അയാളുടെ സംസാര രീതിയാണ്. അയാൾ പറയുന്നത് പോലെ അല്ല പറഞ്ഞത്. നോക്കിക്കോ, അതാണ് ഖുർആനാണത്. ഖൗലൻ മഅറൂഫ, മര്യാദ അനുസരിച്ച് നല്ല വാക്ക് പറയാം. ഖൗലൻ സദീദ, ശരിയായ തെളിഞ്ഞ വാക്ക് പറയാം. ദ്വയാർത്ഥങ്ങളുടെ വളർച്ചകെട്ടലില്ലാത്ത നല്ല വാക്ക് പറഞ്ഞിട്ടായിരിക്കണം ആളുകൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് ഈ രണ്ടായത്തും ഒരുപാട് പഠിക്കാനുള്ളത്. ശരി, ഇനി ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഈ ദുരിയത്തുമായി തന്നെ ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അവർക്കും കൂടി ഞാൻ ചില കാര്യങ്ങൾ ഇതിലേക്ക് ബന്ധിപ്പിച്ചെന്നെ പറയാം. തന്നെയാണ് വിഷയം, ഇത് മാറാതെ തന്നെ പറയാം. എന്താണ്? ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും, ദുർരിയത്ത് ഞാൻ പറഞ്ഞില്ല, ആ കൊലമൽ തരുന്ന ധാന്യം, എന്നെ തുറന്നു വരുന്ന എന്റെ മക്കൾ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ബർക്കത്താണ്, അല്ലെ? വലിയ ബർക്കത്തല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബർക്കത്ത് കിട്ടിയ കുടുംബമാണ്. അതിന് മുതൽ ഇന്ന് വരെ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ ബർക്കത്ത് കിട്ടിയ കുടുംബയാണ്. 10 മിനിറ്റ് കൂടെ നമുക്ക് സമയമുള്ളൂ, പറഞ്ഞാൽ സാധിക്കാം. ഏറ്റവും കൂടുതൽ ബർക്കത്ത് കിട്ടിയ കുടുംബമാണ് ഇബ്രാഹിമിന്റെ കുടുംബം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ. ഇബ്രാഹിം നബിക്ക് കുടുംബത്തിനും ബർക്കത്ത് കൊടുത്ത പോലെ മുഹമ്മദ് നബിക്ക് കുടുംബത്തിലും ബർക്കത്ത് കൊടുക്കണമേ. ആ കുടുംബം അനുഭവിച്ച ബർക്കത്ത് എന്താണെന്നറിയോ? കൺകുളിർമ എന്താണെന്നറിയോ? ഖുർറത്ത് ഐൻ എന്താണെന്നറിയോ? ഒരേ ഭൗതികമായ സൗകര്യങ്ങളല്ല. അള്ള പറയാൻ ഏറ്റവും കൂടുതൽ ബർക്കത്ത് ആരാ തരുന്നത്? ആരെ കയ്യിലാണ്? രാജാധികാർ ആരുടെ കയ്യിലാണോ അവരാണ് ബർക്കത്ത് തരുന്നത്, അല്ലെ? എങ്കിൽ അള്ള പറയാണ് ഏറ്റവും കൂടുതൽ ബർക്കത്ത് കിട്ടിയ കുടുംബം ഇബ്രാഹിമിന്റെ കുടുംബമാണ്. ഇബ്രാഹിമിന്റെ കുടുംബത്തിന്റെ ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കി. അതാകെ നമ്മളുടെ സങ്കല്പത്തിലുള്ള കാഴ്ചപ്പാടുള്ള വല്ല ബർക്കത്ത് ഒരു കിട്ടിയോ?
എന്തൊക്കെ കാരണമുണ്ട്? ഇപ്പൊ ഞാൻ ഒറ്റ കാരണമാണ്. ഇപ്പൊ നമ്മള് ഈ ഇരിക്കണ ഇരിപ്പിൽ ഇത് മറക്കരുത്. ഹജ്ജിന് പോയവരും ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഇനി ഇക്കൊല്ലം പോകുന്നവരും വരുന്ന ഭാവിയിൽ ഹജ്ജിന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ മനസ്സിലാക്കിക്കൊള്ളു. ആദ്യം ഈ കാര്യം ഹൃദയത്തിൽ പോകരുത്. ഇപ്പൊ നമ്മൾ മരിക്കുകയാണെങ്കിൽ, ഈ ഇരിക്കണ ഇരിപ്പിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ മരിക്കുന്ന ഇന്നലെ പിന്നെ എന്റെ ഭാര്യ എനിക്കൊരു വീഡിയോ കാണിച്ചു. ഒരു LP സ്കൂളിലെ ടീച്ചർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് സ്കൂളിന്റെ ആ തിണ്ടിൽ വരാതിൽ തിണ്ടമേൽ ഉറങ്ങി ഇരിക്കുകയാണ്. ആ ഇരുന്ന ടീച്ചർ കമയുന്ന ടീച്ചർ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം കമയുന്ന ചെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. മരിച്ചു. ചെറുപ്പക്കാരിയായ ടീച്ചർ, വേഷമൊന്നുമില്ല കൂടുതൽ. നമുക്ക് ആർക്കും ഒരു സംശയം വേണ്ട. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലും പോകരുത്. എന്നല്ല, എല്ലാവരും കൊല്ലം പോണവരും അടുത്ത കൊല്ലം പോകാൻ ഉദ്ദേശിക്കുന്നവരും പോയവരൊക്കെ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ സ്വർഗത്തിന്റെ മുന്നിൽ നമുക്കുള്ള തടസ്സം എന്താണ്? ഇപ്പൊ നമ്മൾ മരിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമോ അറിയാം. ഈ സ്വർഗത്തിന്റെ മുന്നിൽ നമ്മൾ തടസ്സമായി കാണുന്ന കാര്യം എന്താണ്? ഇത്രയും കാലം നമ്മൾ ജീവിച്ചു എന്നതാണ്. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ഒരു 1-2 ആഴ്ച മുമ്പ് എന്റെ സുഹൃത്തിന്റെ നാട്ടിലെ സുഹൃത്തിന്റെ കുട്ടി മരിച്ചു. പ്രസവിച്ച് 7ാമത്തെ ദിവസം മരിച്ചു. മെഡിക്കൽ കോളേജിൽ മരിച്ചു. ആ കുട്ടിന്റെ മയ്യത്ത് ഓതനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഓതന്റെ കയ്യിൽ പിടിച്ച് കാറിലിരുന്നു. പള്ളിയിൽ വന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ മയ്യത്തോടെ മയ്യത്ത് സ്വീകരിച്ചു. അവിടുന്ന് ഓതന്റെ കുട്ടിനെ കയ്യിലെടുത്ത് കബർസ്ഥാനിലേക്ക് വന്നു. ഓതനെ കബറിലേക്ക് ഇറക്കി വെച്ചു. കബറിറക്കിയ ശേഷം അതുവരെ കരയാത്ത ആളുകൾ കരഞ്ഞു. അപ്പോ അവൻ 5ാമത്തെ കുട്ടിയാണ്. മൂത്ത കുട്ടികളുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഒന്ന് സ്വർഗത്തിലാന്ന് ഉറപ്പല്ലേ? നാരനെ ജീവിച്ചിരിക്കുന്ന നാരത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അവസ്ഥ നമുക്കറിയില്ല. എന്ത് സ്വർഗത്തിലാന്ന് ഉറപ്പല്ലേ? അല്ലെ? നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിച്ച ഉടനെ നമ്മൾ മരിച്ചിരുന്നെങ്കിൽ നമ്മൾ സ്വർഗത്തിലല്ലേ? അപ്പൊ സ്വർഗത്തിന്റെ മുന്നിൽ നമുക്കിപ്പോൾ തടസ്സം ഉണ്ടാകും. ഇത്രയും കാലം ജീവിച്ചു എന്നുള്ളതാണ്. അല്ലെ? എന്താ പ്രശ്നം പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിക്കും ഹൃദയത്തിൽ തട്ടിയ ചിലപ്പോൾ ഇവിടെ നീച്ചു പോകാൻ തോന്നില്ല. കുറച്ചേരം കൂടി ഇപ്പം നമ്മൾ ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാം, ദുരിതത്തിന് ബന്ധപ്പെട്ടതാണ്. നമ്മളെ മക്കള് അള്ളാഹു തന്ന അമാനത്തല്ലേ? ആണോ? നമ്മളെ മക്കള് അത് തന്ന അമാനത്താണോ? ഉറപ്പല്ലേ? എന്താ ഈ അമാനത്ത് പറഞ്ഞാല്? അമാനത്ത് എന്താ? സൂക്ഷിക്കേൽപ്പിക്കപ്പെട്ട മുതല് അല്ലെ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു അമാനത്ത് ഏൽപ്പിച്ചാലേ ഞാൻ ആ തന്ന സാധനം അതേമാതിരി തിരിച്ചു തരണം. അല്ലെ? ഇന്നപാട് യോഗോടുക്കുന്ന തുറത്തിൽ അമാനത്തില്ല. അറിയാം. നമുക്ക് അവ തന്ന കുട്ടി അള്ള ഏൽപ്പിച്ച അമാനത്ത് അല്ലെ? അള്ള എങ്ങനെ തന്നത്? ശുദ്ധമായ പ്രകൃതി അല്ലെ? ഇനി അള്ള തിരിച്ചു വിളിക്കുമ്പോ ആ പ്രകൃതി ഉണ്ടെന്ന് നമുക്കറിയാൻ ഉറപ്പുണ്ടോ? ഒരു സാധനം നമ്മളെ ഏൽപ്പിച്ച് തന്നമാതിരി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചേരം ഇന്ന് ചിന്തിച്ചോളൂ. അമാനത്തിന് പറഞ്ഞതാ, തന്നമാതിരി തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആലോചിക്കേണ്ട വിഷയമാണ്. തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോ ഈ കുട്ടി മരിച്ചു. ഞാൻ പറഞ്ഞ 4 മക്കളാണ്. 4 മക്കളെ കൊടുത്തു മക്കളാണ്. എന്താ എന്തിനാ കാര്യങ്ങൾ? ഒരു മകൻ എന്നെ കാത്ത്, എന്റെ ഒരു കുട്ടി എന്നെ കാത്ത് സ്വർഗത്തിലുണ്ട്. എന്റെ പ്രതീക്ഷ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്നെ കാര്യങ്ങൾ ഞാനെന്തിനാ പറഞ്ഞതല്ലോ, നമ്മളിപ്പോ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ മുന്നിൽ നമ്മളെ തടസ്സത്തിലേക്കാണ് ജീവിച്ചു എന്നുള്ളതാണ്. എങ്കിൽ റഹ്മാനായ റബ്ബ് അങ്ങനെ ആകാൻ നമുക്കൊരു അവസരം തരികയാണ്. ഹജ്ജ്
മറ്റ് പഠിച്ചാൽ മതി, ഇതാണെന്ന് നമ്മൾ പഠിക്കേണ്ട. ഹജ്ജിന്റെ അമലൊക്കെ വലിയ എളുപ്പമാണ്. ഹജ്ജിന്റെ അമലുകളൊന്നും പ്രയാസമില്ല, വളരെ ലളിതമാണ് ഹജ്ജിന്റെ അമലുകളൊക്കെ. മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ 60 കൊല്ലം നമ്മൾ ജീവിച്ചു, 70 കൊല്ലം നമ്മൾ ജീവിച്ചു. എന്നിട്ട് ആ ജീവിച്ച കാലത്ത് നമ്മൾ ചെയ്ത തിന്മകളൊക്കെ മായിച്ചിട്ട് ഉമ്മ പ്രസവിച്ച അതേമാതിരി ആകാൻ അവസരം. അത് എല്ലാവർക്കും പറ്റൂല. ആഗ്രഹിച്ചിട്ട് പൊതിച്ചിട്ട് കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. താല്പര്യമില്ലാത്തവരുണ്ട്, താല്പര്യം പോകാൻ കഴിയാത്തവരുണ്ട്. അവസരം കിട്ടിയ ആൾക്കാരെ അള്ളാന്റെ വീടിലാണ് വന്നത്. ഹജ്ജ് കമ്മിറ്റിൻ്റെതല്ല, നമ്മളെ സ്വത്തിൻ്റെ മുതലിൻ്റെതല്ല. എല്ലാം ഉണ്ടായിട്ട് പോകാൻ കഴിയാത്തവരുണ്ട്. അള്ളാന്റെ അതിഥിയാണ്, വിരൂഫുമാണ്. അള്ളാഹുവിന്റെ വിളിയാണ് വന്നത്. അള്ളാഹുവിന്റെ ആതിഥ്യമാണ്. അള്ള തരുന്ന അവസരം അങ്ങോട്ട് പോലെ ഇത്രയും കാലം ജീവിച്ച് മത തിന്മകളൊക്കെ മായിച്ച് ഉമ്മ പ്രസവിച്ചതുപോലെ അങ്ങനത്തെ ദിവസം പോയല്ല. ആ അവസരം സന്തോഷിക്കുക, അതിനുള്ള അവസരം. നമുക്കൊരു ടെൻഷനും പാടില്ല. ഹജ്ജിനെ പോലെ ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പഠിച്ചോ സ്വീകരിക്കുമോ കബൂൾ ചെയ്യുമോ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ അങ്ങനെ സംശയിക്കാനേ പാടില്ല. അൽ ഹജ്ജു അറഫ, ഏറ്റവും പ്രധാന അറഫയാണ്. ദുൽഹജ്ജ് 9 അന്ന് രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മിനയിൽ നിന്ന്, ദുൽഹജ്ജ് 9 മിന ഉണ്ടാവാം, 8 മിനയ്ക്ക് പോരും. മിനയിൽ നിന്ന് നമ്മൾ എവിടുന്ന് പോകണം? അറഫയിലേക്ക് പോകണം. അറഫ എപ്പോഴാ തുടങ്ങാൻ? ദുഹറിന് അറഫ തുടങ്ങാൻ. ദുഹർ മുതൽ മഗ്‌രിബ് വരെ അറഫ ഒരു ദിവസം കൊള്ളില്ല. ചില ആൾക്കാർ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ വസ്വാസം കാരണ ആൾക്കാരുണ്ടല്ലോ. ഈ അറഫന്റെ നോക്കാൻ ഒരിക്കലും ദുൽഹജ്ജ് 9-നാണോ അത് അവിടെ അറഫ നടക്കുന്ന ദിവസമാണൊക്കെ ചോദിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് തീരാന് ഇത് മനസ്സിലാക്കി. അറഫ ഒരു ദിവസം ഇല്ല, അറഫ ഏതാണ്ട് മണിക്കൂറേ ഉള്ളൂ. ജുമഅ, യൗമുൽ ജുമഅ, അത് മുഴുവൻ ജുമഅ ഉണ്ടാവും ഇല്ല, ആ ദിവസത്തിന് ആ പേരാ. ഇതേപോലെ യൗമ അറഫ എന്ന പേര്. അപ്പൊ അറഫ ദുഹർ മുതൽ മഗ്‌രിബ് വരെ. ബാങ്ക് കൊടുത്ത് അവിടുന്ന് നിസ്കരിക്കാൻ പോലും പാടില്ല. ബാങ്ക് കൊടുത്ത് വരാൻ പോരാ. നിസ്കാരം ഇവിടുന്ന് മുസ്ദലിഫയിൽ മഗ്‌രിബ് പോയി. അപ്പൊ ആ അറഫയിൽ ദുഹർ മുതൽ ഒരു 12:30 മുതൽ ഒരു 6 വരെ കൂട്ടുക. എത്ര മണിക്കൂർ ഉണ്ടാകുന്ന കൂട്ടുക ഏകദേശം. ആ മണിക്കൂറുകളാണ് 19 കൊല്ലത്തുള്ള പാപങ്ങൾ കഴിച്ച് കളയേണ്ടത്. അവിടെ നിന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അറഫയിലെ ടെന്റ് എന്ന് പറഞ്ഞാൽ അറഫയിലെ ടെന്റില് കണ്ണീരൊഴിക്കുന്ന കണ്ണുനീര് അതിനെ ഒരു നദിയായിട്ട് ഒഴുകി പോകാൻ മാത്രം ഉണ്ടാവുന്ന കവികളൊക്കെ വർണ്ണിച്ചത് പറ്റി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് ഇമാനോട് കൂടി ഹജ്ജിന് പോകുന്ന ഒരാൾക്കുള്ള അവസ്ഥയാണ്. അതൊക്കെ ചെയ്യേണ്ട കാര്യം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ അതിന്റെ ബാധ്യതകളൊക്കെ നിറവേറ്റിയിട്ട് പോകണം. അതൊക്കെ കിട്ടുന്ന ഒരു അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഒന്നും ബാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് കൃത്യമായി ചെയ്തിട്ട് പോകാം. ഞാനിപ്പോൾ പറഞ്ഞവർക്ക് ഓർമ്മയില്ല, കുറച്ച് മുമ്പ് ഒരു ഹജ്ജിന് പോയ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലെ ഒരാൾ പറഞ്ഞൊരു അനുഭവമുണ്ട്. അമീർ, അയാളൊരു നല്ലൊരു അമീറാണ്, ഒരു കൗൺസിലർ കൂടെ. ഇവര് പറയണേ അറഫയിലെല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. അറഫയിലെല്ലാവരും ഇരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, വലിയ വയസ്സൊന്നുമില്ല, ഓന് ഇതൊന്നും പാടകയില്ലാത്ത മാതിരി ഇരിക്കണമില്ല, കരയണമില്ല, പ്രാർത്ഥിക്കണമില്ല. ഓ അങ്ങനെ ഈ അറഫന്റെ ചുവപ്പ് കണ്ടിങ്ങനെ നടക്കുകയാണ്. ഒന്നുമില്ല. അപ്പൊ അവനെ വിളിച്ചിട്ട് അമീർ പറഞ്ഞു, അല്ല നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും, നമ്മളെ ടെന്റ് തന്നെ, നിങ്ങളെന്താ മറ്റേ ടെന്റ് കൂടെ നടക്കുന്നത്, നമുക്ക് പ്രാർത്ഥിക്കട്ടെ, ഈ അവസരം ഉണ്ടാകുന്നതല്ല. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ? എല്ലാവരും സ്വഭാവം തന്നെ എടുത്തെടുത്ത് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളതൊന്നും പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നമ്മളങ്ങനെ അറഫ നമ്മൾ വീട്ടിൽ ഒഴിവാക്കരുത്. എടുത്ത് പറഞ്ഞ് ഓരോന്നും എടുത്ത് പറഞ്ഞ് റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. ആ കണ്ണീരിട്ട് ആ മണിക്കൂറുകളോളം പിന്നീട് ഒരു തേങ്ങലാണ്. അറഫയുടെ കഴിഞ്ഞാൽ പിന്നെ മുസ്ദലിഫയിലേക്ക് ഒരു നടത്താണ്. ആ നടക്കുന്ന വഴികളുണ്ടാവുക. ഒരു ഡാബ് തുറന്നാൽ മതി. ആ പ്രയോഗമാണ്. ഡാബ് തുറന്നാൽ വെള്ളം ഉണ്ടല്ലോ ഒഴുകുന്നത്. ആ ഒഴുകുന്നത് പോലെയാണ് മുസ്ദലിഫിൽ നിന്ന് ആൾക്കാർ അറഫയിൽ മുസ്ദലിഫിലേക്ക് ഒഴുകുക. ആ ഒഴുക്കിൽ ഒരു ഭാരം കുറഞ്ഞ ഒഴുക്കാണ് ആ ഒഴുക്ക്. എല്ലാത്തിനും തേങ്ങൽ കരച്ചിലായി. അപ്പോ
ഇയാൾക്ക് ഒന്നും വരണം. ഇയാളോട് പിന്നെ അങ്ങനെ കുറിച്ച് പറഞ്ഞു, എന്താ കണ്ടിരിക്കാതെ കാര്യം പ്രാർത്ഥിക്കാതെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് കരച്ചിൽ വരുന്നില്ല, പ്രാർത്ഥിക്കാനും കൂടില്ല, എനിക്കൊരു താല്പര്യമില്ല, എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു പ്രശ്നമില്ല. അയാൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ഇയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ കുടുംബത്തിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, പിന്നെ ഉമ്മാനെ കുറെ കാലം തെറ്റിയായിരുന്നു, ഉമ്മാന്റെ ചില പ്രശ്നം, ഉമ്മാനെന്താ സ്വത്തായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, ഉമ്മാനെ തെറ്റിയായിരുന്നു, കുറെ കാലം ഉമ്മാന്റെ ഉണ്ടാകുന്നില്ലായിരുന്നു. പക്ഷെ അച്ഛന് വരുമ്പോ ഉമ്മാനത്തൊക്കെ പോയിട്ട് പൊരുത്തപ്പെടിച്ചൊക്കെ വന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്നും ഉമ്മാനെ വിളിക്കുകയാണ്, മൊബൈലൊക്കെ ഉമ്മാനെ വിളിക്കാൻ പറഞ്ഞു അറഫേന്ന്. അങ്ങനെ അറഫേന്ന് ഉമ്മാനെ വിളിച്ചു. ഉമ്മ ഈ ഇയാൾ പറയാതെ മുന്നേ വിളിക്കണം, എന്റെ മുന്നേ വിളിക്കണം. വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ അറഫേലാണ് ഉമ്മ, എന്തെങ്കിലും എനിക്ക് പറ്റി, നിങ്ങളെ എന്റെ വിഷമം എന്നെ പറ്റി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെടുത്തരണം, ഞാൻ പറഞ്ഞില്ല. എന്നൊരു പറയണ അവിടുന്ന് ഉമ്മ പറയണതെന്ന് വെച്ചാല്, ഉമ്മാന്റെ കുട്ടി ഉമ്മാനെ അറഫേന്ന് കൂട്ടിയില്ലേ, അറഫേന്നാണല്ലോ ഉമ്മാന്റെ കുട്ടി ഉമ്മാനെ വിളിച്ചത്, അറഫേന്ന് ഉമ്മാനെ പറഞ്ഞില്ലല്ലോ. അറഫേ വെച്ച് ഉമ്മാനെ വിളിച്ചില്ലേ, ഉമ്മാന്റെ മനസ്സ് ഒന്നുമില്ല മോനെ, ഉമ്മാന്റെ മനസ്സ് എന്തിനാണ്, ഒക്കെ ഞാൻ ഉള്ളതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടതുണ്ട്, ഉമ്മാന്റെ കുട്ടി നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കും മോനെ, വിവാഹം ചെയ്യും മോനെ അമ്മ പറഞ്ഞു. ആ ഫോൺ കട്ട് ചെയ്തത് ആ സമയം മുതൽ കണ്ണിന് കണ്ണീര് വരാൻ തുടങ്ങി, കണ്ണിന് കണ്ണീര് വരാൻ തുടങ്ങി. അയാൾ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കണ്ണീരിനെ തടഞ്ഞ കാര്യം എന്തായിരിക്കും, ഈ കണ്ണീരിനെ തടഞ്ഞ കാര്യം എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഏത് ഇബാദത്തിനെയും നമുക്ക് അതിലൊരു തടസ്സം വന്നു പോകരുത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി ക്ലിയർ ആക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഹജ്ജിന്റെ ഓരോ അമലുകളും നമുക്ക് വലിയ പാഠങ്ങളാണ്. സഫാ മറുവ ഈസിയാണ്, ഇതേപോലെ ഹാളാണ്, 400 മീറ്റർ നീളമുള്ള ഹാളാണ് സഫാ മറുവ, ഈസിയാണ്. സഫയിൽ നിന്ന് മറുവയിലേക്ക് ആരാ ഓടിയത്, നമ്മളെ ഉമ്മ ഹാജരയാണ് ഓടിയത്, ഹാജറ ബീവി. ബിൽഡിങ്ങിന്റെ ഉമ്മ എങ്ങനെ ഓടിയത്, സഫേന് മറുവയിലേക്ക് ഉമ്മ എങ്ങനെ ഓടിയത്, കരഞ്ഞിട്ടാ ഓടിയത്. എന്തിനാ ഓടിയത് അത് ആലോചിച്ചാൽ മതി. ഇറാഖിൽ നിന്ന് വന്ന് ഉറപ്പിച്ച സമയത്താണ് കുട്ടിനെ കിട്ടുന്നത് അല്ലെ. ആ കുട്ടിയൊക്കെയാണ് മരുന്ന് കിടക്കുന്ന കുട്ടിക്ക് എത്ര പ്രായം, കുട്ടി കമയുന്നതിന് എത്ര പ്രായം, മരുന്ന് കിടക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിനെ കൊണ്ട് വന്നിട്ടാണ് കാവാലത്തിന് അടുത്ത് വന്നിട്ട് അവിടുന്ന് പ്രായം പിന്നെ തിരിച്ചു പോവാണ് അല്ലെ. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. വിളിച്ചാൽ ഒരാൾ ഓടി വരാണെങ്കിൽ ജാതി മരുഭൂമി, ഒരു തുള്ളി വെള്ളം കിട്ടാത്ത മരുഭൂമി, പച്ചപ്പില്ലാത്ത മരുഭൂമി, ഒരു കായികരി പറിച്ചു തന്നാൽ ഒന്നുമില്ല അവിടെ. ആ മരുഭൂമിയിൽ ഇട്ടിട്ട് പോകാൻ കുറച്ചു കാരന്റെ തല മാത്രമേ ഉള്ളൂ, സഫി മറയുമായ കുന്നുകൾ മാത്രമേ ഉള്ളൂ. അതിശക്തമായ ചൂടാണ്, വെള്ളമില്ലാത്ത സ്ഥലം, ഒട്ടക സംഘങ്ങൾ നദിയിൽ പോകുന്ന സ്ഥലം, അവിടെ വിട്ടേച്ചിട്ട് പോവാ. അപ്പൊ ഹജറബി ചോദിക്കാൻ എന്താ പോകുന്നത്, ഞാൻ തിരിച്ചു പോവാണ്. ഇവിടെ കുടുംബത്തെ റൂമിലാക്കിയിട്ടല്ല പോണത്, മരുഭൂമിയിലാക്കിയിട്ടല്ല പോണത്. അമ്മ കൽപ്പിച്ചതാണോ, അതെ എന്നാ പെയ്ക്കോളിനാണ്. അതാണ് ഭാര്യ, അതാണ് ഭർത്തത്തുള്ള ഭാര്യ. ഇബ്രാഹിമിന്റെ ഭർത്തത്തുള്ള കുടുംബമാണെങ്കിലേ അതാണ് പറഞ്ഞത്. ദീനാണ്, തവക്കുലാണ്, ഈമാനാണ്, അള്ളാഹുവിൽ അനിഞ്ചലമായ വിശ്വാസമാണ്. അതാണ് കുടുംബത്തിനെ വളർത്തുന്നതാണ് പെയ്ക്കോളിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇബ്രാഹിമിൽ പോയി ദിവസങ്ങളായി വന്നിട്ട് മുലപ്പാലില്ല, കാരണം ഉമ്മ വെള്ളം ഒരു ദിവസമായി. കുട്ടി മരിക്കാൻ പോവാണ്, കുട്ടി മരിക്കുന്ന ഉറപ്പാ, കുട്ടി മരിക്കുന്ന ഉറപ്പാ. വയസ്സില്ലാത്ത കിട്ടിയ കുട്ടിയാ. അവിടെ കിടത്തിയിട്ട് ഇന്നത്തെ സഫന്റെ ഇന്നത്തെ സംസമിന്റെ കാലുണ്ടല്ലോ, മത്താഫിലാണ്, മത്താഫില. അവിടെ കിടത്തിയിട്ട് സഫമം കൂടി. എങ്ങനെ പോകുന്നത്, കരഞ്ഞിട്ടാ പോകുന്നത്. എവിടെയെങ്കിലും ഒരു വെട്ട വെളിച്ചുണ്ടോ ആരെങ്കിലും ഇല്ല. തിരിച്ച് 400 മീറ്റർ മറവയിലേക്ക് ഓടി. ആ കുന്നിന്റെ മേലേക്ക് അവിടെ ഇല്ല, വീണ്ടും സഭയിലേക്ക്, വീണ്ടും മറവയിലേക്ക്. അങ്ങനെ 7ാമത്തെ വട്ടം ഓടുകയാണ്. ഒരു ഉമ്മാന്റെ ഓട്ടം. എപ്പോഴാ ഞമ്മൾ ഓടല്, എപ്പോഴാ ഓടുക, നമ്മളിങ്ങനെ ഇരിക്കും. നമ്മളെ കുട്ടിക്ക് ഒരു അപകടം പറ്റി, ഒരു ദുരന്തം, നമുക്ക് നിൽക്കപ്പെടുന്നുണ്ടാവില്ല, നമ്മൾ ഓടുക ചെയ്യുക. കുട്ടി മരിക്കുന്ന ഉറപ്പാ. ആ ഉമ്മ കരഞ്ഞിട്ടാണ് ഓടുന്നത്, കരഞ്ഞിട്ടാണ് ഓടുന്നത്. അവസാനം പർവ്വതത്തിലെത്തിയപ്പോ ഓട്ടം നിന്നു, കുട്ടിനെ കരച്ചിൽ നിന്നു. എന്തു പറ്റി, മരിച്ചോ എന്നാണ് ഓടി വന്നു. വന്നപ്പോഴാണ് ഇത് കാണത്, സംസം അടഞ്ഞതാണ്. ആ വെള്ളം അടങ്ങിയിട്ടില്ലെങ്കിൽ വെള്ളപ്പൊക്കവും കൂടെ നിർത്തിയതാണ്.
വർക്കത്തിൽ വെള്ളം എന്തിനാണ് കുടിക്കുന്നത്? അതിന്റെ ശമനം. ആ ഉസംസം ആ ഉണ്ടാക്കുക. ഇന്നും ഇവിടെ നോക്കി 5 ലിറ്റർ 10 ലിറ്റർ ആര്യമാർ ലക്ഷക്കണക്കിന് ആര്യമാർ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് തീർന്നിട്ടില്ല. മക്കത്തിലെ ലക്ഷക്കണക്കിന് ആര്യമാർ 18 ആര്യമാരെ കുടിക്കണ സംസമ കുടിക്കണേ. എന്നിട്ടും ആ വെള്ളത്തിൽ കുറവ് പറ്റിയില്ല. അത്ഭുതം. സ്വർഗം നരകൊക്കെ സത്യം എന്നുള്ള തീരുമാനം പറയുന്നത്. അപ്പൊ സഭയിലും അവയിലും സഹായി ചെയ്യുമ്പോ എന്തിരണം? ഓടുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. മനസ്സിലെ നന്ന ആൾക്കാരെന്താണ് മറവമാണ് സെൽഫി, സെൽഫി ജമറയിൽ എഴുതുമ്പോ ആ സെൽഫി ആ ഷെയ്ത്താൻ പക്കത്തിലുള്ള ജമറയിൽ എറിയാണ് ഷെയ്ത്താനെ ഷെയ്ത്താനെ പോലെ സെൽഫി. ഇതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് എനിക്ക് പറയാതെ സെൽഫിൽ പോകുന്ന ആൾക്കാരോട് ഈ ഒരു ചിന്തയുടെ അതിലേക്കാണ് ഗ്രഹിക്കുക. റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എത്രമാത്രം ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു കൊണ്ടുപോകും. നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹജ്ജിന് പോണ ആൾക്കാർക്ക് നമ്മൾ പ്രാർത്ഥിക്കാം. മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ഞാൻ ഗ്രൂപ്പിൽ ഇതിന്റെ ടെസ്റ്റ് വിട്ടുതരാം. സമയമില്ലാത്തതുകൊണ്ടാണ്. ويسر لك الخير حيثما كنت. ശ്രദ്ധിക്കണ്ട. നബിയുടെ അടുക്കൽ വന്നിട്ടൊരു സഹാബി പറഞ്ഞു, റസൂലെ ഞാൻ ഉംറക്ക് പോവാണ്, അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു. അപ്പൊ റസൂൽ പ്രാർത്ഥിച്ചുകൂടെ നോക്കാം. താങ്കൾക്ക് അള്ളാഹു തഖ്വ വർദ്ധിപ്പിച്ചേട്ടെ. ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ നാട്ടില് ഹജ്ജ് കല്യാണം വലിയ പരിപാടിയാണ്. ഒരാളെ പോയി ചോറൊന്നും പോയി നമ്മുടെ നാട്ടിലെ ഹജ്ജിന്റെ നമ്മളോട് ഒരാൾ പറയുമ്പോ നമ്മൾ ആ ഹജ്ജിന് പോകുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പറയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാറ്റേണ്ടത് ഓരോട് നമ്മൾ പറയും പ്രാർത്ഥന കൊണ്ടുവരുന്ന ഒരു സ്ഥലം നമുക്ക് പറയും അല്ലെ. നമ്മളൊക്കെ ഓരോ ഏൽപ്പിക്കും. ആ സാധുക്കൾക്ക് നമ്മളെ വക കൊടുക്കാറുണ്ട്. ഹജ്ജിന് പോണ ആൾക്കാർക്ക് നമ്മളെ വക കൊടുക്കാൻ അതെന്താ? അത് ആ റസൂൽ നമ്മളെ ഏൽപ്പിച്ചതാ. അത് മറക്കരുത്. അള്ളാഹു തഖ്വ, അള്ളാഹു താങ്കൾക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ കേട്ട കാര്യം അവിടെ ചെന്ന് നടപ്പിലാക്കണ്ടേ? അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു തഖ്വ. കാരണം എന്താ? ഇത് തർബൂഷിയാണ്. ഖുർആനിൽ ആയത്തുണ്ട്. എന്താണ്? ഹജ്ജിന് പോണവരോട് തസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ. തസവ്വദൂ, നിങ്ങൾ പാതയം പൊളിക്കുക, ബാണം കെട്ടുക. ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും ഖൈറായ സാദ് പാതയം തഖ്വയാണ്. അപ്പൊ തഖ്വ വർദ്ധിപ്പിക്കട്ടെ. എന്തിനാ പോണത്? പാപങ്ങൾക്ക് പുറത്ത് കിട്ടാനാണ്. അവിടെ എല്ലാ പാപവും താങ്കൾക്ക് പുറത്തിരട്ടെ. താങ്കൾ എവിടെയായിരുന്നാലും ഹൈർ താങ്കൾക്ക് പ്രദാനം ചെയ്യണം. എളുപ്പമാകട്ടെ. താങ്കൾക്ക് ഹൈർ എളുപ്പമാകട്ടെ. ഹൈത്തുമാക്കുക. താങ്കൾ എവിടെയാണെങ്കിലും, താങ്കൾക്ക് മുസ്ലിമിലാണെങ്കിലും നീരാണെങ്കിലും സഫയിലാണെങ്കിലും സഹിയാണെങ്കിലും തവാഫിലാണെങ്കിലും യാത്രയിലാണെങ്കിലും യാത്ര എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഹജ്ജ് എളുപ്പമാണ്. പിന്നെ ബുദ്ധിമുട്ട് എന്താണ്? എമിഗ്രേഷൻ വഹിക്കണം, കുറേ നേരം കാത്തിക്കണം, കുറേ നേരം എയർപോർട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ യാത്ര എവിടെയാണെങ്കിലും പഠിച്ച ഹൈർ നന്മ താങ്കൾക്ക് എളുപ്പമാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അപ്പോ ഹജ്ജിന് പോകുന്ന ആളുകൾ ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഹൈസുമാ കൊടുത്ത താങ്കൾ എവിടെയാണോ ഇരുന്നാലും താങ്കൾക്ക് അത് ഹൈർ എളുപ്പമാക്കി തരട്ടെ. ഹൈസുമാ കൊടുത്ത താങ്കൾ എവിടെയായിരുന്നാലും ഒരു അവസരം ഉണ്ടാക്കി. ഞാൻ ചില ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ മുമ്പ്. ആ ആയത്തുകൾ ശരിക്കും തദബ്ബൂർ ചെയ്ത് പഠിച്ച് നിങ്ങൾ ഉപ്പർക്ക് പോയാല് ആ സ്ഥലത്ത് വെച്ച് കിട്ടേണ്ട ആ ഓർക്കേണ്ട കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ 10 ഉംറ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രൂപത്തിൽ തുല്യാവില്ല. അങ്ങനെ അന്യവസ്തുക്കളോട് ചോദിച്ചു നോക്കി. പഠിക്കുന്നത് 52 ആയത്തുകൾ, 52 ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കഥ ചെയ്ത് 52 ആയത്ത് കൊല്ലക്കാലം പഠിക്കുന്നുണ്ട്. 50 ഈമാനിന്റെ മഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും പഠിക്കേണ്ട സൂറത്താണ്. കാരണം ആ സൂറത്തിന്റെ അവസാനത്തിൽ ആ പ്രാർത്ഥന ഇമാനിന്റെ മരിച്ച ആൾക്കാർക്കുള്ള പ്രാർത്ഥന